കാണാതാകുമ്പോൾ മഞ്ഞയിൽ മെറൂൺ ലൈനോട് കൂടിയ ടോപ്പും നീല കളർ പാൻറ്റും വേഷം. കാണാതാകുമ്പോൾ മഞ്ഞയിൽ മെറൂൺ ലൈനോട് കൂടിയ ടോപ്പും നീല കളർ പാൻറ്റും വേഷം. എറണാകുളം സിറ്റിയിലെ തോപ്പുംപടി പീസ് ലിമിറ്റാണ്. ക്ലിയർ ആയിട്ട് സ്റ്റേഷൻസ് കൺട്രോളിനെ അറിയിക്കും. കൺട്രോൾ 20. കാണാതായയാളുടെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? 20 നോട്ട് ചെയ്യാം. മഞ്ജിമ 19 വയസ്സ്. ക്ലിയർ അല്ലേ? ഹലോ, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. സർ, കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇന്റിമേഷൻ ഉണ്ട്. അസാൾട്ടാ. ഒരു സെക്കൻഡ്. എന്താ സാറേ? ഇൻറ്റിമേഷനാ? അസാൾട്ടാ? ആ, പറഞ്ഞോളൂ. ശ്രീദേവി, ആ വയസ്സ് 54, ആ വൈഫ് ഓഫ് രാജൻ, തൈക്കുന്നേൽ വീട്, തേവയ്ക്കൽ. 23/12/2019 രാത്രി 1 മണിയോടുകൂടി തേവയ്ക്കലുള്ള വീട്ടിൽ വെച്ച് അസാൾട്ടിൽ പരിക്ക് പറ്റി OP ആയി പോയിട്ടുള്ളതാണ്. കാര്യമായ പരിക്കുണ്ടോ? കാര്യമായ പരിക്കൊന്നുമല്ല, നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. ഭർത്താവുമായുള്ള വഴക്കം. ഫോൺ നമ്പർ പറയട്ടെ സർ? ആ, പറ. 80 ആ 37 21 12 27. നമ്പർ ഒന്നുകൂടി പറ. 80 37 21 12 27. സാറിന്റെ പേരൊന്ന് പറയൂ? CPO 13-234 മനോജ്. താങ്ക് യു സർ. ഓക്കെ. എന്താണ് മനോജ് സാറേ? ഓപ്പിയാ, ഭർത്താവ് ഭാര്യനെ തല്ലിയതാ. ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചു നോക്കണം. OP അല്ലേ? വേണ്ട. പോലീസൊക്കെ അവിടെ സ്റ്റേഷനിൽ. ഇതേ എന്റെ വീടാ. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം. അത് അനുസരിപ്പിക്കാനും ഈ ദർശനം അറിയാടി. അവളുടെ ഒരു ഫോണ്. നിന്റെ തോന്നിയാസേ അത് ഈ കുടുംബത്തിൽ നടക്കൂല. ഞാനേ നിന്റെ തന്ത കളപ്പൊരിക്കൽ ശ്രീധരനല്ല, ഇല്ലിക്കാടൻ ദർശന. ഇത് തിരിച്ചു കൊടുത്ത കാശെങ്കിലും കിട്ടിയാനെ. നിങ്ങൾക്ക് വട്ട. അതെടി, നീ നിന്റെ വീട്ടുകാരും എന്നെ വട്ടനാക്കാനുള്ള പുറപ്പാടാ. എനിക്കറിയാം. ഇതൊക്കെ നല്ല കുടുംബത്തിലെ പെൺകുച്ചികൾക്ക് ചേർന്നതല്ല. നിനക്കൊരു ജോലിയുള്ളതിന്റെ ഉങ്ക വളർത്തു ദോഷം. എന്റെ അമ്മ, ഞാനിത് ചേട്ടനോട് ചോദിച്ചിട്ട് തന്നെയാ വാങ്ങിയേ. ഓ പിന്നെ വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ സമ്മതാണെന്ന് വിചാരിച്ചു. സമ്മതം? ദേ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഞാൻ വെറും പൊട്ടനാണെന്ന് നിനക്ക് നിന്റെ വീട്ടുകാർക്ക് ഒരു വിചാരമുണ്ട്. അവരൊക്കെ എന്തിനാ വെറുതെ എന്റെ വീട്ടുകാരെ പറയുന്നേ? ഓ, നിന്റെ വീട്ടുകാരെന്നെ പറ്റിച്ചതല്ലേടി. നിന്റെ കോളേജ് കഥയൊക്കെ ഞാനും കേട്ടു തുടങ്ങി. വിദ്യാർത്ഥി നേതാവല്ലായിരുന്നോ? സഖാത്തി. ജാതിയും മതമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടാൻ നിന്നാലേ നീ. മക്കള് രണ്ടായി പോയി. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ പാട്ടി. ക്രൈം 841/2019 മോട്ടോർ ഓഫൻസ്. ഡിസീസ് പേഴ്സൺ ശ്രീലാൽ 22 വയസ്സ്. 5 B1 6 11 7 5 11 11 11 12 7 13 3 14 15 16 17 3 18 96 19 84 പട്ടാബുക്ക് 12. ഹലോ. ആ, നമസ്കാരം. പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നമസ്കാരം മാഡം. എന്താ? ഇത് ശ്രീദേവിയുടെ ആരാ സംസാരിക്കുന്നത്? മകനാണ് മാഡം. ആ, വീട്ടിലെന്താ സംഭവിച്ചത്? ഞങ്ങളുടെ അച്ഛൻ പാവാണ് മാഡം. അമ്മയാണ് ശരിയല്ലാത്തത്. എന്താ ഉണ്ടായതെന്ന് പറ. അമ്മയ്ക്ക് അടുത്തുള്ള ചേട്ടനായിട്ട് പ്രേമാണ് മാഡം. ഞാൻ ചേട്ടനൊക്കെ നാട്ടുകാരെ ഫ്രണ്ട്സിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും? ചോദിക്കുമ്പോൾ അമ്മ റോങ് ആവുക. അങ്ങനെ പ്രശ്നമായപ്പോഴാണ് അച്ഛൻ തല്ലിയത്. കേസ് കൊടുക്കല്ലോ മാഡം. ഞങ്ങളുടെ അച്ഛൻ പാവ. ഞാൻ മരിക്കാൻ പോവാ. എനിക്ക് ജീവിക്കണ്ട മാഡം. ഇത് ഫ്രണ്ട്സൊക്കെ അറിഞ്ഞാൽ എനിക്കതൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല മാഡം. മോനെ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഭീരുക്കളാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതെ, ഈ പോലീസും സ്റ്റേഷനൊക്കെ കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിക്കാൻ മാത്രമല്ല,
എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ പരിഹാരം ഉണ്ടാക്കും. നമുക്കിതും പരിഹരിക്കാന്നേ. മറ്റവനെ വിളിപ്പിച്ച് വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യാം. എന്താ മോനെ, രാവിലെ തന്നെ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വാ. വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്? ചേട്ടനുണ്ട്. ചേട്ടൻ കല്യാണം കഴിച്ചതാ. ചേട്ടനും ചേച്ചിയും കാക്കനാട് താമസം. ആ, ചേട്ടൻ ഈ വിവരമൊക്കെ അറിഞ്ഞോ? എന്നാലേ ചേട്ടനോട് നാളെ വരാൻ പറയും. അമ്മ സ്റ്റേഷനിലേക്ക് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലേ ഈ നമ്പറിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചാൽ മതി. അന്നേരം അമ്മയുടെ നമ്പറിലേക്ക് ഞാൻ നേരിട്ട് വിളിച്ചോളാം. എൻ്റെ പേര് വനിത എന്നാ, കേട്ടോ? ശരി മാഡം. ഇനിയേ വേണ്ടാത്തൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങും. നാളെ എല്ലാം ശരിയാവും. ഓക്കെ? എന്താ സാറേ? ആ ഇൻറ്റിമേഷനാ. ഞാനിപ്പോൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ നന്നായേനെ. നാളേക്ക് ഒരു ഇൻക്വസ്റ്റിനും കൂടെ ആളെ ഉണ്ടാക്കേണ്ടി വന്നേനെ. എന്തു പറ്റി? ആ തള്ള ആള് ശരിയല്ല എന്നിട്ടാ കെട്ടിയോൻ പിടിച്ച് തല്ലിയേ. അവർക്ക് ഈ വയസ്സാകാലത്തെ അപ്പുറത്തെ വീട്ടിലെ ആളുമായിട്ട് പ്രേമം. അയാൾ ചോദിക്കാൻ ചെന്നപ്പോഴേ ഇവര് വല്ല റെമഡിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നല്ല അടി കിട്ടിയിട്ടുണ്ട്. 2 ആൺപിള്ളേരാ. ഇളയവനോടാ ഞാനിപ്പോൾ സംസാരിച്ചേ. അവൻ കരയാ. നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ അറിഞ്ഞാൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടേ. ശരിയല്ലേ? ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കണ്ടായിരുന്നേ ഞാൻ വിളിച്ചപ്പോൾ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ സമാധാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ അച്ഛനും അമ്മേനെയും കൂട്ടി അവൻ സ്റ്റേഷനിലേക്ക് വരും. തള്ള മുതലിനെ കാണാനുള്ള പൂതിയുണ്ട്. പക്ഷെ രാവിലെ പാറാവറങ്ങി പോവല്ലോ. സാറ് വേണേ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ. ഇന്നലെ തീരെ ഉറങ്ങാത്തതല്ലേ. ഏയ്, ഇനിയിപ്പോൾ പോയി റെസ്റ്റ് ചെയ്താലേ ഒന്നുകൂടെ ക്ഷീണാവുള്ളൂ. ആ നേരം കൊണ്ടേ ഒരു മിസ്സിങ്ങിൻ്റെ 2 CD എഴുതാം. ഇവിടെ കേസുകൾക്ക് ഒരു കുറവുമില്ലല്ലോ. സാറിൻ്റെ കയ്യിൽ എത്ര ഫയലുണ്ട്? 11 എണ്ണം. ഒരെണ്ണം ചാർജ് ആയതാ. ഒരു 323ക്ക് കൊണ്ട് കിട്ടിയാൽ അതും തീരും. എന്താ കാര്യമൊന്നുമില്ല. ഇതേ ഒരെണ്ണോടെ വന്നില്ലേ ഇപ്പോൾ ഒരു 304A കൂടെ. ഒരെണ്ണം കുറയുമ്പോൾ 2 എണ്ണം കൂടും. മനോജ് സാറേ, എന്തെങ്കിലും വിശേഷങ്ങളുണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇല്ല അല്ലേ? എന്നാ പോകും. ആ ശരി. ഗുഡ് മോർണിംഗ് സാർ. പാറാവ് പോസ്റ്റ് ചെയ്തേക്കൂലേ? ആ സാറേ, ബിനോയ് സാറിനെ വിളിച്ചോ? രാവിലെ വിളിക്കാം സാർ. ഇനി എപ്പോഴായി രാവിലെ? സമയം എത്രയെന്ന് വെച്ചാ മണി 5:30 പെട്ടെന്ന് വിളിക്ക്, അല്ലേ തന്നെ ആള് ലേറ്റ് വണ്ടിയാ. ശരി എത്താ. രാവിലെ 7:15 വിളിക്കണം. IP-നെ വിളിക്കാനുള്ള. IP വന്നോളൂല്ലോ, അതല്ലേ പതിവ്. IP-യുടെ വണ്ടി വർക്ക്ഷോപ്പിലാന്നേ. ആ വിളിച്ചോളാം സാറേ. തിങ്കളാഴ്ച ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നാളെ പാറാവ് ചോദിച്ചാൽ കിട്ടൂടാ. പാറാവിന് ഡിമാൻഡായടാ. അല്ലാടാ, നാളെ ഞായറാഴ്ച അല്ലേ, പള്ളി ഡ്യൂട്ടി ഉണ്ടാവും. പാറാവിൽ നാളെ ഒരാൾ ഓഫീസും ഒരാൾ കോടതി ആവാനാ സാധ്യത. കോടതിക്കാരനാവില്ല. സക്കീർ സാറിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കാണിച്ചിട്ടുണ്ടല്ലോ. ആണോ? ഞാൻ നോക്കിയില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് പകല്ലടാ. ഡെൽറ്റ ഓഫീസിൽ നിന്ന് സ്റ്റിച്ച് സാറുണ്ടല്ലോ, സാറിനെ കയറ്റും. പള്ളി ഡ്യൂട്ടിക്ക് നമ്മൾ ബംഗാളീസ് തന്നെ പോകേണ്ടി വരും. എന്നാ നീ തിങ്കളാഴ്ച ഒരു CL വെക്കടാ. CL? അങ്ങനെ ഒരു ലീവ് പോലീസുകാർക്ക് ഉണ്ടടാ. സാറേ, ഞാൻ പോണു. ബിനോയ് സാറ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. തിരിച്ചു വിളിച്ചോളൂ സാറേ. ഞാൻ പോട്ടെ. ശരി. ആ ബിനോയ് സാറായിരിക്കും. നമസ്കാരം, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. നമസ്കാരം, ഞാൻ ബിനോയ.
എന്തിനാ വിളിച്ചേ? ആ സാറേ, ഞാൻ വനിത സാറിന് കൊടുക്കാം. വനിത സാറേ, ബിനോയ് സാറാ. ആ നമസ്കാരം സാറ്. നമസ്കാരം. സാറിനോട് IP 8 മണിക്ക് സ്റ്റേഷനിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കോ? എന്താ കാര്യം? ഒരു 174 ഉണ്ട് സാറ്. ഇൻക്വസ്റ്റ് സാറിന്. എന്ത് സംഗതിയാ? RTA ആണ്. ബോഡി എവിടെയാ? മെഡിക്കൽ കോളേജിൽ. ശരി ശരി. ശരി സാർ. ദീപേഷ് സാറേ, ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ആ നൈറ്റ് ചെക്കുകാർ വന്നത് GD പിടിച്ചിട്ടില്ല. ഒന്ന് എൻട്രി ചെയ്തേക്കാം. ആ പിന്നെ ആ 304A കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മൊഴിയും ബ്രീഫും സിപ്പ ബുക്കിനകത്തുണ്ട്. ശരി സാർ. ഓക്കെ. ലൊക്കേഷൻ തന്നേക്കാൾ ഭാഗത്തുനിന്ന്